ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യയിലത്തെ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകൾ മാത്രമാണ് സ്ലൈറ്റ്ലി ബെറ്റർ അല്ലെങ്കിൽ ഫ്ലാറ്റ് ലെവലിൽ നിന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കാണ്. മെമ്മറി സ്റ്റോക്കുകളെല്ലാം തന്നെ വീണ്ടും സൗത്ത് കൊറിയയിലും ജപ്പാനിലും ഇന്നും താഴെയാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക്, റസൽ 2000 ഇൻഡെക്സുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIA സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിൽ 3 കമ്പനികൾ ആപ്പിൾ, ആൽഫബറ്റ്, മെറ്റ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ആമസോൺ, ടെസ്ല ഈ സ്റ്റോക്കുകളും താഴെയാണ്. മറ്റ് സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാൻഡിസ്ക് സ്ലൈറ്റ്ലി വീക്കാണ്. അതുപോലെ തന്നെ ചിപ്പ് സ്റ്റോക്കായ AMD സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. അതേസമയം മൈക്രോൺ വീണ്ടും മെമ്മറി സ്റ്റോക്കുകൾ തന്നെയാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്പേസ് എക്സ് ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം ഇന്നലെ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. 1 ഇയർ ടാർഗറ്റ് സ്പേസ് എക്സിൻ്റെ ഫിക്സ് ചെയ്തിരിക്കുന്നത് $220 പെർ ഷെയർ ആണ്. ലിസ്റ്റ് ചെയ്തതിന് ശേഷം $225.64 പെർ വരെ ഉയർന്നിരുന്നു. അതിനുശേഷം $104.83 പെർ ഷെയർ വരെ താഴെ വന്നിരുന്നു. അതിനുശേഷം ക്വാർട്ടർലി റിസൾട്ടിന് ശേഷം സ്പേസ് എക്സിലൊരു മുന്നേറ്റമാണ്. സ്പേസ് എക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് $114.92 പെർ ഷെയറിനാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള സ്റ്റോക്കുകൾ കോണ്ടിനോ ഇന്നലെ ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ എനർജി രംഗത്തുള്ള ഡീപ് ഫിഷനും ഇന്നലെ സ്ലൈറ്റ്ലി ബെറ്ററാണ്. അതേസമയം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള D-Wave, അതുപോലെ തന്നെ അയോൺ ക്യൂ ഈ 2 കമ്പനികളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജർമ്മൻ ഇൻഡെക്സ് ഇന്നലെ ബെറ്ററാണ്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത റെക്കോർഡുകൾ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. UK ഇൻഡെക്സ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഇന്നലെ ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിരുന്നു. നമ്മളെ സംബന്ധിച്ച് വൊളാറ്റിലിറ്റിക്ക് ശേഷം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയ വൊളാറ്റിലിറ്റി ഒക്കെയുണ്ട് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കാര്യത്തിൽ. അതോടൊപ്പം തന്നെ ഓവറോൾ പിക്ചർ നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും ഇന്നലത്തെ മോർണിംഗിലത്തെ ലെവലിൽ തന്നെയാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. $4257 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. $62.2 പെർ ഔൺസിനാണ് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. കോപ്പറും ബെറ്ററാണ്. അലുമിനിയം, സിങ്ക് ഈ കമ്മോഡിറ്റികളും ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും ഇന്നലെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഇഷ്യൂവിൻ്റെ സെറ്റിൽമെൻറ്റ് അമേരിക്ക വിചാരിച്ച പോലെ നടക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വീണ്ടും ചെറിയ രീതിയിലുള്ള വർധനവ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $83.4 പെർ ബാരലിനാണ്. ഇന്നലെ അറൗണ്ട് $80 പെർ ബാരലായിരുന്നു. ഇപ്പോഴത്തെ സൂചനകൾ അനുസരിച്ച് ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ ഡീലിൽ അമേരിക്കനെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെയോ ഉൾപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഈ ഡീല് ഡിസ്കസ് ചെയ്യുന്ന ഒമാനും ഇറാനും തമ്മിലാണ്. ഹോർമസ് കടലിടുക്കിൽ കൂടെ കടന്നു പോകുന്ന ഷിപ്പുകളിൽ നിന്ന് 7% ചുങ്കം വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. അതേസമയം ഒമാൻ പറയുന്നത് അറൗണ്ട് 3% ചുങ്കം മതി എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഫൈനൽ ഡിസിഷനൊന്നും തന്നെ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇസ്രായേൽ, അമേരിക്ക, അതുപോലെ തന്നെ അമേരിക്ക, ഇസ്രായേൽ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സഖ്യകക്ഷികൾക്കും ഹോർമുസ് കടലിടുക്കിൽ കൂടെ കടന്നു പോകുന്നതിന് അനുമതി ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ കാണുന്നത്. ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. 95.2 പെർ ഡോളറിനാണ് ഇന്ത്യൻ റുപ്പി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ്, സിൽവർ ഈ കമ്മോഡിറ്റികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരു അപ്വേർഡ് മൊമെൻറ്റം കൂടുതൽ കാണുന്നത് സിൽവറിലാണ്. ഒരുപക്ഷെ സിൽവർ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് മേജർ ആയിട്ടുള്ളൊരു ഇവൻ്റ് ഉള്ളത്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ലുപിൻ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q1 റിസൾട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിജയ ഡയഗ്നോസ്റ്റിക്സ്, IFB ഇൻഡസ്ട്രീസ്, റെയിൻ ഇൻഡസ്ട്രീസ്, സീമൻസ് എനർജി, പ്രീമിയർ എനർജീസ്, അപ്പോളോ ടയേഴ്സ്, ബോഷ് ഹോം അപ്ലയൻസസ്,
ഇക്സിഗോ, GR ഇൻഫ്ര, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഹെൽത്ത് കെയർ ഗ്ലോബൽ, ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ടുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ അതാത് സ്റ്റോക്കുകളിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ NCCയുടെ റിസൾട്ട് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. പക്ഷേ ഓർഡർ ബുക്ക് വീണ്ടും കൂടിയിരിക്കാൻ 81,214 കോടി രൂപയാണ്. LICയുടെ ക്വാർട്ടർലി റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒരു പക്ഷേ LIC എന്നൊരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം ഓർഡർ ബാഗിങ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ പവറിക്ക 100 മെഗാവാറ്റിൻ്റെ ഒരു വിൻഡ് പവർ പ്രൊജക്റ്റ് ഗുജറാത്തിൽ ബാഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയകുമാർ ഇൻഫ്ര 990.16 കോടി രൂപയുടെ ഒരു ഓർഡർ ബാംഗ്ലൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് വേണ്ടി ബാഗ് ചെയ്തിട്ടുണ്ട്. ടാറ്റ ടെക്നോളജീസ്, ഹോണ്ട മോട്ടോഴ്സ്, ജപ്പാൻ്റെ എല്ലാ ഡിസൈൻ റിലേറ്റഡ് വർക്കുകളും പുതിയ കാറുകളുടെയൊക്കെ വർക്കുകളെല്ലാം തന്നെ ഇനി ടാറ്റ ടെക്നോളജിയിൽ നിന്നാണ് ഔട്ട്സോഴ്സ് ചെയ്യാൻ പോകുന്നത്. ടാറ്റ ടെക്നോളജീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഗവൺമെൻറ്റിൻ്റെ സമുദ്രമന്താൻ പ്രൊജക്റ്റ് വലിയ രീതിയിലാണ് ഓയിൽ എക്സ്പ്ലോറേഷൻ രംഗത്ത് ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഓയിൽ ഇന്ത്യ, ONGC, ജിൻഡാൽ ഡ്രില്ലിങ്, അതുപോലെ തന്നെ ഈ രംഗത്തുള്ള എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഗവൺമെൻറ് ഈ മൂവ് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് റോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ IPO മാർക്കറ്റ്, നമ്മൾ IPOയിൽ സജസ്റ്റ് ചെയ്തിരുന്ന മെയിൻ ബോർഡ് IPOയിൽ സജസ്റ്റ് ചെയ്തിരുന്ന RD ഇൻഡസ്ട്രീസ് 14.72 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഡേ ഇന്നാണ് ലാസ്റ്റ് ഡേ വരുന്നത്. BSE SMBയിൽ ഇന്നലെ ആരംഭിച്ചത്. LIPL ഓട്ടോ 94 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 1200 ഒരു ലോട്ട്, 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 4.46 ടൈംസ് ആദ്യത്തെ ദിവസം തന്നെ ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ലീപ്പ് ഇന്ത്യ ലിമിറ്റഡ് മെയിൻ ബോർഡ് IPO ആണ്. 1 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. 159 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. ഹയർ പ്രൈസിംഗ് ആണ്. എന്നിരുന്നാലും ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ് ലീപ്പ് ഇന്ത്യ ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ ടെക്നോക്രാഫ്റ്റ് വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഈ IPOയിലും അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അതോടൊപ്പം തന്നെ റെയിൽവേ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റെയിൽ ടെലിന് അതുപോലെ തന്നെ റൈഡ്സിനൊക്കെ ധാരാളം പ്ലാനുകളുണ്ട്. ഈ പ്ലാനുകളൊക്കെ പൊതുവെ ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പോസിറ്റീവ് റിയാക്ഷൻ ഈ കമ്പനികളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. Q1 റിസൾട്ടിന് അനുസരിച്ചുള്ള മൂവ്മെൻ്റ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് എങ്ങനെയാണ് സെറ്റിലാവാൻ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലൊക്കെ ഒരു ഇമ്പാക്റ്റ് കാണാൻ പോകുന്നത്. അതിനനുസരിച്ചുള്ള വൊളാറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്നിരുന്നാലും ഇന്ത്യനെ സംബന്ധിച്ച് അണ്ടർടോൺ ബുള്ളിഷാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ അറ്റ് എവരി റൈസിൽ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസിലൊക്കെ കുറേ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നൊരു കാര്യം നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസകൾ. ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.